ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പാർലമെൻറ്റിൽ ഒറ്റക്കെട്ടായി നിലനിർത്തുന്നത് തന്നെ ഈ വോട്ടുചോരി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ ഒരു ബലത്തിലായിരുന്നു. അങ്ങനെ കോൺഗ്രസിന് വീണ്ടും ഒരു പ്രാധാന്യം കിട്ടിക്കൊണ്ടിരുന്നത്. ആശയപരമായി ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്, നമ്പറുകളുടെ എണ്ണത്തിലും അവരാണ് വലുത് എന്ന തരത്തിൽ തന്നെയായിരുന്നു. ഇനി ആ തരത്തിൽ എത്രത്തോളം ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാര്യം ആം ആദ്മി പാർട്ടി ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു പോയിരുന്നു. ഇനി തങ്ങളെ യോഗത്തിന് വിളിക്കേണ്ട എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു യോഗം പോലും കൃത്യമായിട്ട് ചേരാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഡൽഹിക്ക് പിന്നാലെ ബീഹാറിൽ കൂടി കനത്ത തിരിച്ചടി സംഭവിച്ചതുകൊണ്ട് ഈ പാർട്ടികൾ കൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച തന്നെയാകുമോ ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇനി ഉറ്റുനോക്കുന്നത്. ശരി, ധനസുമോദാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്, വിശകലനങ്ങൾ പങ്കുവെക്കുന്നത്. ബീഹാറിന് മാറ്റമൊന്നുമില്ല എന്ന് മാത്രമല്ല, NDA സഖ്യത്തിന്റെ വലിയ വിജയമാണ് നമ്മളിപ്പോൾ പെട്ടി പൊട്ടിക്കുമ്പോൾ അവിടെ നിന്ന് കാണുന്നത്. ബീഹാർ തൂത്തുവാരുകയാണ്. NDA വലിയ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ അത് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അതിൽ പ്രതിഫലിച്ച് കാണുന്നില്ല എന്നാണ് സംഗതി. എന്തായാലും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്, മഹാഗഡ്ബന്ധന്. അതിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഈ RJDയുടെ നേതാവ് തേജസ്വി യാദവ് തന്നെയും പിന്നിൽ പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. BJP 82 സീറ്റിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. JDU 75 സീറ്റിലും RJD 35 സീറ്റിലും LJP 22 സീറ്റിലും INC 7 സീറ്റിൽ CPI-ML 6 സീറ്റിൽ HAMS 4 സീറ്റിലും ലീഡ് ചെയ്യുകയാണ്. BJP ആണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി എന്നത് കാണുക. കഴിഞ്ഞ തവണ 73 സീറ്റ് ഉണ്ടായിരുന്ന BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് പ്രകാരം 82 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. JDUവിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 42 സീറ്റായിരുന്നുവെങ്കിൽ 43 സീറ്റായിരുന്നുവെങ്കിൽ ഇത്തവണ അവർ 75 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. RJDക്ക് കഴിഞ്ഞ തവണ 82 സീറ്റ് ഉണ്ടായിരുന്ന RJD, ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയായ RJD 42ലേക്ക് കൂപ്പുകുത്തി, 35ലേക്ക് വീണ്ടിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ തവണത്തിൽ നിന്നും ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം. രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയായ LJP-RV അവർ ഇപ്പോൾ 22 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ ലോക് ജനശക്തി പാർട്ടിക്ക് ഉണ്ടായിരുന്നത് 1 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ 22 സീറ്റിലേക്ക് അവർ ഉയരുന്നതാണ് നാം കണ്ടത്. എന്തായാലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്ക് ഇത്തവണ 4 സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് പക്ഷേ സീറ്റ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നാണ് കാഴ്ച. എന്തായാലും ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ ഉണ്ടല്ലോ, AIMIM, അവർക്ക് ഇത്തവണ സീറ്റൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. BSP അല്ലെങ്കിൽ മറ്റ് സ്വതന്ത്രരൊന്നും കോളത്തിൽ നമ്പറുകൾ കാണുന്നില്ല. ജൻസ്വരാജ് പാർട്ടി എന്ന് പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്കും നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്ഭുതകരമായ ഫലങ്ങളാണ് ഇപ്പോൾ ബീഹാർ പുറത്തുവിടുന്നത്. 243 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ 197 സീറ്റുകളിൽ NDA ലീഡ് ചെയ്യുകയാണ്. അതിൽ തന്നെ BJP ഏറ്റവും വലിയ കക്ഷിയായി 82 സീറ്റുകളുമായി മുന്നിൽ നിൽക്കുന്നു. JDU 75 സീറ്റിലും. ഞാൻ ഒരിക്കൽ കൂടി ധനസുമോദിലേക്ക് പോകട്ടെ. ധനസുമോദ്, ഈ ജൻസ്വരാജ് പാർട്ടി 8 മുതൽ 12% വരെ വോട്ട് വിഹിതം നേടിയേക്കാം എന്നൊക്കെ പ്രവചിക്കപ്പെട്ടുവല്ലോ. ആ പാർട്ടിയുടെ ഗതി എന്തായി? ഒരു തമാശയ്ക്ക് വരുന്ന ഒരു ഹിന്ദി മാധ്യമങ്ങളിൽ വന്ന ട്രോള്, ഇതൊരു സ്റ്റാർട്ടാകാത്ത വണ്ടി എന്നാണ് പറഞ്ഞിരുന്നത്. കാര്യം അവർ ഒരു 5 മുതൽ 8 വരെ സീറ്റുകൾ നേടും. മാത്രമല്ല വോട്ടിംഗ് ശതമാനം വളരെയധികം നേടും. അങ്ങനെ സംഭവിച്ചാൽ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത് ജൻസ്വരാജ് പാർട്ടിയായിരിക്കും. അതിന് കാരണമായി പറഞ്ഞത് ആദ്യം 1 വർഷമായി മാത്രമാണ് ഈ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പ്രശാന്ത് കിഷോർ നിരവധി പാർട്ടികളെ ജയിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം വേറെ, ഇത് ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം വേറെ എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ തന്നെ പാഠം പഠിച്ചിരിക്കുന്നത് എന്ന് വേണം ഇതിനകത്ത് മനസ്സിലാക്കാൻ. കാര്യം എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഗാവുകളിലും കൃത്യമായി പര്യടനം നടത്തി, അതും കാൽനടയായി
പര്യടനം നടത്തിയതിനു ശേഷമാണ് ജൻസുരാജ് പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ദളിതർ, മഹാദളിതർ, OBC, മുസ്ലിം, വിദ്യാഭ്യാസമുള്ളവർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ തുടങ്ങിയ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക്, ശാസ്ത്രജ്ഞന്മാർ അടക്കമുള്ളവർക്കാണ് സീറ്റ് നൽകിയത്. അങ്ങനെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം ഉണ്ടാകുകയും ഒരു പലായനം ഇല്ലാത്ത, അതായത് അന്യസംസ്ഥാന തൊഴിലെടുത്ത് പോയി പണിയെടുക്കേണ്ട സാഹചര്യം ഇല്ലാത്ത ഒരു ബീഹാർ രൂപീകരിക്കാൻ പോവുകയാണ്. മാത്രമല്ല, നിഷാദ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അവിടെ മദ്യദുരന്തം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആരോഗ്യകരമായ മദ്യം കൊടുക്കാൻ സർക്കാർ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങും. ഇങ്ങനെയുള്ള ആരും കൊടുക്കാൻ മടിക്കുന്ന ചില വാഗ്ദാനങ്ങളായിരുന്നു ജൻസുരാജ് പാർട്ടി നൽകിയിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ ഉണ്ടാകും എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെ കറുത്ത കുതിരയാകും എന്ന് വിചാരിച്ചിരുന്ന കുതിര ഇപ്പോൾ ചത്ത കുതിരയാകുന്ന ഒരു കാഴ്ചയാണ് നാം ബീഹാറിൽ നിന്ന് കാണുന്നത്.